ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന വയനാടിനെ ചേർത്തുപിടിക്കാൻ ഖത്തറിലെ ഇന്ത്യൻ സമൂഹം ഇന്ത്യൻ എംബസി അപെക്സ് സംഘടനകളുടെ നേതൃത്വത്തിൽ ധനസമാഹരണത്തിനായി കൂട്ടായ്മ രൂപീകരിച്ചു. പ്രകൃതിയുടെ താണ്ഡവത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി ഖത്തറിലെ പ്രവാസി സമൂഹം കൈകോർക്കുകയാണ്. ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനുമായി പണം കണ്ടെത്താൻ കൂട്ടായ പരിശ്രമമാണ് നടത്തുന്നത്. ഇതിനായി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസി അപെക്സ് സംഘടനകളുടെ നേതൃത്വത്തിൽ ഖത്തറിലെ മുഴുവൻ സംഘടനാ നേതാക്കളും യോഗം ചേർന്നു. അംബാസഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു. ധനസമാഹരണത്തിന് എംബസിയുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായവും അദ്ദേഹം ഉറപ്പു നൽകി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചേർത്ത് പിടിക്കുന്നതാണ് ഇന്ത്യക്കാരുടെ പാരമ്പര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. The community everywhere in the Gulf countries, including in Qatar, came together to see how they can help rebuild the lives of people who are affected by those floods. That was also the need of the hour. That is the need of the hour here as well. 2018 പ്രളയകാലത്തും ഖത്തറിൽ ധനസമാഹരണം നടത്തിയിരുന്നു. സമാന രീതിയിൽ തന്നെ പണം സ്വരൂപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി ICBF പ്രസിഡന്റ് ഷാനവാസ് ബാബയുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റിക്കും രൂപം നൽകി. ഒരുപക്ഷെ ഒരു എംപ്റ്റി ലാൻഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള ഒരു കൺസ്ട്രക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തുള്ള നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഡ്രൈവ് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള വലിയൊരു കോൺട്രിബ്യൂഷൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് മുന്നോട്ട് കാണുന്നത്. ഖത്തറിലെ മുഴുവൻ ഇന്ത്യൻ സംഘടനാ പ്രതിനിധികളും ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ഉൾക്കൊള്ളുന്ന രീതിയിൽ വിപുലമായ കമ്മിറ്റിയാണ് ധനസമാഹരണത്തിന് മേൽനോട്ടം നൽകുന്നത്. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് പ്രവാസലോകത്തിന്റെ കരുതലും കൈത്താങ്ങും ഉറപ്പാക്കുകയാണ് കൂട്ടായ്മയിലൂടെ ലക്ഷ്യമിടുന്നത്. മീഡിയ 1 ദോഹ.